നമുക്കിന്ന് തക്കാളി ചട്നി ഉണ്ടാക്കാം. അതൊരു പ്രത്യേകമായിട്ട് നമ്മളതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മളെ തക്കാളിക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. 2 തക്കാളിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കറക്കുന്ന വരെ നമ്മളൊന്ന് ചുട്ടെടുക്കണം. എന്നിട്ട് നമ്മളൊരു 4 ഉണക്കമുളക് അതും നന്നായിട്ട് ചുട്ടെടുക്കണം. എന്നിട്ട് ഒരു 4-5-6 കഷ്ണം ഉള്ളി, ചെറിയ ഉള്ളി, 2 പച്ചമുളകും, ഇച്ചിരി ഇഞ്ചി, ഒരു 4-5 ചുള വെളുത്തുള്ളിയും, ഇച്ചിരി മല്ലിയിലയും കൂടെ നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കണ്ട, ഒന്ന് വാടാനും മാത്രം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി നന്നായിട്ട് അരയണം. അരച്ചതിന് ശേഷം നമ്മളത് തിരിച്ചെടുത്ത് വേണമെങ്കിൽ നമുക്കതിന് കടുക് പൊട്ടിക്കാം. ഇനി എണ്ണയൊന്നും ഒത്തിരി ഉപയോഗിക്കാത്തവർക്ക് അങ്ങനെ വേണമെന്നില്ല. അല്ലെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വളരെ നല്ലതാണ്. അപ്പത്തിനോ ചപ്പാത്തിക്കോ നമുക്ക് ചോറിന് പോലും കൂട്ടാൻ വളരെ നല്ലതാണ്. തക്കാളി ചുട്ടൊന്ന് ചമ്മന്തി അരച്ച് നോക്കണം കേട്ടോ. ഞാനും നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ തക്കാളി വെച്ച് ചമ്മന്തി അരയ്ക്കുമല്ലോ, അതിനേക്കാൾ ഒത്തിരി നല്ല. തക്കാളി കൊണ്ട് പല രീതിയിൽ കറി ഉണ്ടാക്കാം, പക്ഷേ ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല രുചിയുള്ള നല്ലൊരു പ്രത്യേക രുചിയാണ് ഇതിന്. ഞാൻ മല്ലിയിലയാണ് ഇട്ടിരിക്കുന്നത്. ഇനിയും മല്ലിയില ഇല്ലെന്നൊരു നിങ്ങൾക്ക് കരിയാപ്പില ഇട്ടാലും മതി. രണ്ടും സെയിം എഫക്റ്റാണ്. കരിയാപ്പില ഇട്ടായിരിക്കും ചിലരുണ്ടാക്കുന്നത്. ഞാനിപ്പം മല്ലിയില അങ്ങ് യൂസ് ചെയ്തതേ ഉള്ളൂ. ഒട്ടും നീട്ടരുത്, നല്ല കുറുകുറാന്നിരിക്കണം. നമ്മൾ സ്പൂണിൽ കോരിയെടുത്താലേ ഇങ്ങനെ കോരിയെടുക്കത്തൊക്കെ വെച്ചാൽ അതിങ്ങനെ ചാറ് പോലെ വരരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.